ഉണ്ടെങ്കിൽ ഡോക്ടറിനെ വിളിക്കുക നിങ്ങൾ. അപ്പൊ നമുക്ക് ഡിസ്കോഡ് കണ്ടു തുടങ്ങാം. Is this your daddy? My daddy died. And this man, he killed him. What are you doing here? Leave the boy alone. Why'd you kill his daddy? You after his mama? Stop bullying the boy. Get out of my business, mister. Leave the boy alone, Or what? or I'll kill you too. ഓക്കെ, പക്ഷെ കളിച്ച് തീർക്കാൻ പറ്റിയില്ല ഇതുവരെ. കളിക്കണം. അണ്ണാ ഓൾ അലോടാണോ പരിപാടിക്ക്? അല്ലല്ല ബ്രോ, ടി വിയിലെ മെമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതാണ്. അല്ല പിന്നെ അണ്ണൻ എന്തോ വേണോ? എന്ന് വേണോ ഉനക്ക്? 2 ബോണ്ട, ഒരു സവാള വട, ഒരു സുഖിയൻ. നിങ്ങക്ക് എന്താടാ, എന്ത് പറ്റി? എന്താ പ്രശ്നം? പാതിരാത്രി നമ്മളൊക്കെ രാത്രിയിലെ യാത്രക്കാരല്ലേ. മോളെ പോയി കിടന്നോ, ഞങ്ങളെ അല്പം സംസാരിക്കണം. ഇതൊക്കെ ആര് പറിച്ചു വിടറാ? എന്തൊരു പ്രശ്നം എല്ലാവർക്കും. When you have a supporting friend. അണ്ണൻ ചവിട്ടി തെങ്ങിന്റെ ഈ സൈഡ് പൊന്തു. എല്ലായിടത്തും ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരു പുണ്ടാമൻ കേട്ടാ. അനാവശ്യമായിട്ട് നമ്മളെ മറ്റേ ഇതാക്കി കുഴി ചാടിക്കണ ഒരുത്തൻ എന്തായാലും ഇങ്ങനെ ഒരുത്തൻ എല്ലായിടും ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ പറയണേ നിനക്ക് പറ്റൂലയാ, പറ്റും, ഉറപ്പല്ലേ? ഇത് ഉറപ്പാണ്, ഇത് ഇവ ഉണ്ടാവും, ഒരു സംശയമില്ല. ഊന്നില്ല ഞാനല്ല പറയണ്ട. എടാ അണ്ണൻ ചവിട്ടി തെങ്ങിന്റെ ഈ സൈഡ് പൊന്തു കേട്ടാ. എന്നാ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പൊട്ടു. It was at this moment that she knew. ഗൈസ് ഞാൻ വേറെ ഈ തെങ്ങിനൊരു വൃത്തികെട്ട നാരുണ്ട്, നിങ്ങക്ക് അറിയോ അത്? എന്റെ അമ്മ, ഈ ഉണങ്ങിയ തെങ്ങിനെ ഒരു നാരുണ്ട്. എന്റെ ആളിയാ, എന്തൊരു അവസ്ഥയടാ. എണ്ണീറ്റ് ഞാനെങ്ങാണായിരുന്നു കൈസ് ഉണ്ടല്ലോ. ഇവിടുന്ന് എണ്ണീക്കുള്ള ബോധം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്തതന്നില്ലേ, അവനെ പോയി വലിച്ചടിച്ച് തല്ലിക്കൊന്നിട്ടൊക്കെ ചത്തുപോകും. മനസ്സിലായേ? അതേ ചെയ്യാവുള്ളൂ അവിടെ. ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ കുറെ എണ്ണം ഉണ്ടടാ. ഡിലീറ്റഡ് വെർഷൻ. എന്തൊരു ശബ്ദമാണ്. ഇതിന്റെ ഈ ഇടയ്ക്ക് ഒരു റീൽസ് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ച്, ഇവര് ഒരുത്ത കമന്റ് ഇട്ടേക്കണ്, എന്നാലും എന്തിനായിരിക്കും കല്യാണത്തിന് ഇത്രയും വലിയ പരിപാടി നടക്കുമ്പോ അവള് മണ്ണെണ്ണ എടുക്കാൻ പോയെന്ന്. അത് സത്യമല്ലേ? എന്തിനായിരിക്കും മണ്ണെണ്ണ എടുക്കാൻ പോയത്? അടുപ്പ് കല്യാണ പെണ്ണിനെ കൊണ്ട് നിന്റെയൊക്കെ വീട്ടില് കല്യാണ പെണ്ണാണല്ലോ മറ്റേ പാചകത്തിന് മണ്ണെണ്ണ എടുക്കാൻ പോണേ. എല്ലാവരും ആഘോഷിക്കായിരുന്നില്ലേ? എടാ സ്വന്തം കല്യാണത്തിന് അപ്പൊ ആ പുള്ളിക്കാരി ആഘോഷിക്കൂലേ? അതല്ലേ ചോദ്യമില്ല. നമുക്ക് അടുത്ത വീഡിയോ അതാ അങ്ങനെ പറഞ്ഞു തുടങ്ങില്ല പറഞ്ഞത്. എന്തൊരു ആ പുലയാടി മോനെ. എന്തൊക്കെ സാധനങ്ങളല്ലേ സൂര്യ. പറഞ്ഞ നിന്റെ അച്ഛന്റെ വായി ഞാൻ പ്ലേ ചെയ്തോ. അയ്യോ എന്തൊക്കെ സാധനം. എവിടെ പറഞ്ഞ നിന്റെ അച്ഛന്റെ വായി മോനെ നീ നിൽക്കും ഇപ്പഴും നിന്റെ മൈൻക്രാഫ്റ്റ് DC സ്റ്റാർട്ടർ ഹൗസ് പാർട്ട് 4. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തില്ലേ?
ഒരു പ്ലെയർ ഇരുന്ന് ഉണ്ടാക്കിയതായിരിക്കും ഇതൊക്കെ? അതോ നമുക്ക് ഗ്രൂപ്പായിട്ടൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റൂ? ഇതെന്ത് എന്റെ അമ്മോ. യെസ് പറ്റും, ഗ്രൂപ്പായിട്ട് പറ്റും. എന്റെ അമ്മോ, ഇവനൊക്കെ ഇതില് ജീവിക്കണ ഇവിടെ യന്ത്രം ഉണ്ടാക്കി വെച്ചേക്കണേ. അപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ഗൈസ്, ഇത് കളിക്കുന്ന ആൾക്കാരുടെ ഞാനൊരു ഡൗട്ട് ചോദിക്കുവാണേ. ഇപ്പൊ നമുക്ക് ഒരു സാധനം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പൊ ഈ ഇതിനകത്ത് എലമെന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ സ്പേസസ് ഫില്ല് ചെയ്താൽ മതിയോ, അതോ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ഇങ്ങനെ ഓരോ ബ്രിക്ക് വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണോ? ക്രിയേറ്റീവ് ബൈ ബ്രിക്ക് ഉണ്ടാക്കണം. ഔട്ട്ലൈൻ ഒന്നും ഉണ്ടാവൂലല്ലേ? ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഗെയിമിന്റെ അപ്പം ഇതെന്താ നമുക്ക് ഇഷ്ടമുള്ളത് ക്രിയേറ്റ് ചെയ്യാമെന്നേ ഉള്ളൂ ഈ ഗെയിമിന്റെ ഗെയിം പ്ലേ, അല്ലാതെ ഇതിനകത്ത് മിഷൻസും അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. നീയൊന്നും ഒരുത്തരും ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടോ? രാത്രിയാകുമ്പോ മറ്റേ ഞാൻ കളിച്ചിട്ടുണ്ട് പണ്ട്. മിഷൻസ് ഉണ്ട്, എത്ര മൊബൈലില് മറ്റേ ഹാപ്പി മോഡില് മറ്റേ ഹാക്ക് സർവൈവൽ ആണെന്ന്. ഓക്കെ നമുക്ക് കളിക്കാം ഒരു ദിവസം. പറഞ്ഞില്ലേ കോമാളി ഗെയിമർ. പൊട്ടിയതല്ലോ. ന്യൂ വോട്ടർ അൺലോക്ക് ഫോർ BJP. മുഹമ്മദ് താനോസ് 27 വയസ്സ് 76. ഇതൊക്കെ എഡിറ്റ് ആയിക്കോടാ ഇപ്പൊ. പക്ഷെ വേറെ മറ്റേ വാച്ച് വരും ആ സാധനം ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനൊക്കെ ഇട്ട എന്തായാലും തൂക്കൂലടാ. ഇതൊക്കെ എഡിറ്റഡ് ആയിരിക്കോടാ. ഇത് ഫേക്ക് ആയിരിക്കും മിക്കവാറും. അണ്ണാ ദേവട്ടൻ ഇതുപോലെ കൊണ്ടുപോണ്ടേ. അതിന്റെ ടയർ പോലും ഇതാ. ദേവട്ടനെ അല്ല, എനിക്ക് ഇതിന്റെ മണ്ടയിലിരുന്ന് പോണം. വലിയ സാധനം അതുപോലെ കാശും കൊടുക്കണേ വലിയ മോനെ, അല്ലാതെ ഇത് പറഞ്ഞ അതുപോലെ നല്ല കാശും കൊടുക്കണം. വലിയ വണ്ടിയൊക്കെ ഇഷ്ടം പോലെ കിട്ടും, കാശ് കൊടുക്കണം. അതുപോലെ റിയൽ ആണെന്നത്, അത് റിയൽ ആണ് കൂടാ. വണ്ടി എടാ മണ്ട ബുദ്ധി മില്ല് മോനെ ആണെന്ന് പൂടാ. ബ്രോ ഇറ്റ്സ് ജസ്റ്റ് എ മൂവി സീൻ, വൈ യു സാഡ്? എന്റെ പൊന്നോ, എന്താ പ്രശ്നം? ഇയാള് കൊറേ നേരമായി ഒരു വഷളം ചിരിയും നോട്ടോ. എവിടെ നോക്കിന്നാ ഈ പറയണേ? വേണ്ടാത്തടത്തേക്ക് തന്നെയാ നോട്ടം. വേണ്ടാത്തതൊക്കെ എങ്ങനെ തുറന്നു പിടിച്ച് നടക്കുന്ന എന്തിനാ പെങ്ങളെ? ഇവൻ കണ്ണു കാണാത്ത ആളാ. പോട്ടെ സാറേ, കണ്ണട വെച്ചത് പാരയായല്ലേ. നമ്മുടെ അവസ്ഥ മനസ്സിലായിണ്ടാവില്ല. അടിപൊളി ആയിട്ടെന്ന് വാസാറ് പറഞ്ഞപ്പോ ഇത്രയും അടിച്ചു പൊളിക്കുന്ന കരുതില്ല. എന്റെ പൊന്നു വാസാറേ, നമുക്ക് ഈ കുന്ത്രാണ്ടം വേണ്ട. എന്നാ പിടിച്ചേൻ, നീ വെച്ചോടാ. ഔ വെച്ചപ്പ തന്നെ ഇതാ തരങ്ങേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുശാലായിരിക്കും. വേണ്ട. എന്റെ അമ്മോ, സോറി. സാരില്ല, അറിയാണ്ടല്ലേ. എന്തൊരു അഭിനയല്ലേ അതൊക്കെ. ഫീലിംഗ് ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ സാധനം. എനിക്കിത് വരാറുണ്ടായിരുന്നു രാത്രിയില്. എന്റെ അമ്മോ, ഞാൻ ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം വീണത്. പക്ഷേ ഇത് ഭയങ്കര പ്രശ്നമാണ് ഈ സാധനം. ഞെട്ടി എണ്ണിക്ക് അറ്റാക്ക് ഒക്കെ. ഞാൻ എണ്ണീറ്റ് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ മയില്. എന്തൊരു അവസ്ഥ. ഞാൻ ഇതിന്റെ റീസൺ നോക്കിയപ്പോ സ്ട്രെസ്,
പിന്നെ റെഗുലർ ആയിട്ടുള്ള മദ്യപാനം ഇതൊക്കെ ഉള്ളവർക്കുണ്ട് ഇതുണ്ടാവും എന്ന് പറയണ കേട്ടിട്ടുണ്ട്. സ്ട്രെസ് ഉള്ളവർക്ക്, മദ്യപാനം ഉള്ളവർക്ക്, ഇതൊക്കെ ഉണ്ടാവുന്നവർക്ക് ഈ സാധനം ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാകുന്നു. ഇത് കോമൺ. ലൈഫിൽ ഇതുവരെ അനുഭവിച്ചില്ലല്ലോ ഇത്. നിങ്ങൾക്ക് വില്ലുമോൻ ഉണ്ടായിട്ടില്ലടാ ഇത്? മദ്യപാനികളായിരിക്കും ഇവരെല്ലാം. ഹിപ്നിക് ജെർക്ക്, അങ്ങനെയുള്ള വീഡിയോ, നല്ല വീഡിയോ. കുട്ടികൾ രാത്രി ഉറങ്ങാതെ ഒരുപാട് നേരം ഉണർന്നിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഉറക്കാനായി ഈ 5 ടിപ്സ് ഫോളോ ചെയ്യുക. 1. വൈകുന്നേരം 4 മണിക്ക് ശേഷം. എന്റെ മനസ്സറിഞ്ഞ ആരോ ഇവിടെ കൊണ്ടിട്ട വീഡിയോ ആണ്. അവരെ ഉറക്കാൻ കിടത്താതിരിക്കുക. 2. ഡെയിലി വൈകുന്നേരം 2 മണിക്കൂറെങ്കിലും അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവണം. 5 മാസം ഫിസിക്കൽ ആക്ടിവിറ്റി, ബാറ്റിന്റെ അകത്ത് കെട്ടി വെച്ചോ, അങ്ങനെ എന്തെങ്കിലും പരിപാടി ഫിസിക്കൽ ആക്ടിവിറ്റി വേണം. നാളെ തൊട്ട് അവന് വേണം, മസ്റ്റാണ് അവന് ഫിസിക്കൽ ആക്ടിവിറ്റി. നല്ലോണം ടയേർഡ് ആവണം. 3. കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്ന് തൊട്ടെങ്കിലും സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്യണം. അതിൽ നിന്ന് വരുന്ന ലൈറ്റ് അവരുടെ സ്ലീപ്പ് സൈക്കിളിനെ ഡിസ്റപ്റ്റ് ചെയ്യും. 4. നൈറ്റ് റുട്ടീൻ പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി ഒരു ടൈം ഫിക്സ് ചെയ്ത് ആ സമയത്ത് അവരെ ഉറക്കാൻ കിടത്താം. 5. അവർ ഉറങ്ങുന്ന ബെഡ്റൂമിൽ കേർട്ടൻസ് ക്ലോസ് ചെയ്ത് ഒരു ഡിം ലൈറ്റ് ഇട്ട് സെറ്റ് ചെയ്യുക. കുട്ടികൾ അവർ ഉറങ്ങാൻ പോവാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വരും. എല്ലാ മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക. സ്റ്റേ ഹെൽത്തി. നന്ദിയുണ്ട് ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ജിമ്മിൽ വിട് 5 മാസം പ്രായമായ ചെറുക്കനെ അടിച്ചതിന്റെ കാരണം ഞാൻ പൊട്ടിക്കില്ല. കണ്ട എങ്ങനെയാലും കണ്ടുപിടിക്കും. സാവേജ് പുലി പുലി പാട്ടറാ ഓണാവട്ടെ. പുലി അല്ല, ഞാൻ വേറൊരു സാധനം എടുത്ത് വെച്ചു. ഇവന്മാര് ഈ പാട്ടിട്ടാണോ കളിച്ചേ? ഈ കുണ്ണുകളൊക്കെ എടുത്ത് കളയാനോടെ ഗ്യാങ്ങിന്ന് ഒരു വാറിനൊക്കെ കാണിക്കണ പരിപാടി. മുട്ടത്തൈലം ഉണ്ടോ വീണ് മുട്ടടിഞ്ഞ് ഒരാളുടെ മുട്ടത്തൈലായിട്ട് മുട്ടത്തൈലം വാങ്ങി തേക്കേണ്ടി വരുവാടാ. മുട്ടത്തൈലം വേണോടാ നിനക്ക്? മുട്ടത്തൈലം വേണടാ. മുട്ടത്തൈലം വേണോ നിനക്ക്? മുട്ടത്തൈലം വേണോടാ. മുട്ടത്തൈലം വേണോടാ. ചില്ലറ കഴപ്പല്ലേ? 6 കളിക്കാനല്ല അണ്ണാ, കുറച്ച് പ്രോട്ടീൻ എടുക്കട്ടെ. 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് എത്തിയത് ജിമ്മിൽ എല്ലാവർക്കും കോഴിമുട്ട പുഴുങ്ങിക്കൊണ്ടുവന്ന ഒരു സെക്കൻഡ്. ഹലോ ഹലോ. ഓ സുബ്രഹ്മണ്യം പറ. കേക്കാം. ഞാൻ ലൈവില, ഞാൻ ഇറങ്ങിയില്ല. ഞാൻ ലൈവ് കഴിഞ്ഞിട്ടേ ഇറങ്ങുള്ളൂ. ഞാൻ വിളിക്കാം. ഓക്കെ. അൻവിൻ ബ്രോയും ടർഫ് എപ്പോഴാ? ടർഫ് 10:30 നീ ഒരു ടർഫ് കഴിഞ്ഞില്ലടാ. ഇതൊക്കെ കഴിഞ്ഞ നല്ലൊരു സത്യം. മുട്ടായി പുഴുങ്ങിക്കൊണ്ട് കൊടുത്ത, അല്ല മുട്ടായി പുഴുങ്ങിയെന്ന്, മുട്ടായി കൊണ്ട് കൊടുത്ത ഷുഗർ ഉള്ളവർ കഴില്ല. ഷുഗർ കട്ട് ചെയ്തവർ ഇപ്പൊ ഒരു പ്രതീക്ഷയുണ്ട് എനിക്ക് ഇവരെ കയ്യിൽ അടിച്ചെടുക്കുമെന്ന്. അതെന്തായാലും എടാ നിങ്ങൾ കേറ, ബാക്കിയുള്ളവർ കേറ. അങ്ങനെ ടോക്ക്. അപ്പൊ ഈ ശരത്തേട്ടനൊക്കെ ശരത്തേട്ടനെ കുറിച്ച് അങ്ങനെയാണ് വിചാരിച്ചു വെച്ചേക്കണേ? അല്ലല്ല, നിന്നെ പറ്റിയാണ് അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നിന്നെ പറ്റി ആള് ഇന്ന് വന്നാലും മുതു അടിയാ, മനസ്സിലായില്ലേ? ഇന്ന് വന്നാലും ഓക്കെടാ. അങ്ങനെ പറയണ്ട. അത് ബെന്യണ്ണൊക്കെ ഇപ്പൊ അത് ഹൃദയത്തിലാ കൊണ്ട ബെന്യണ്ടൊക്കെ. നീലം സമയത്ത് എടാ നിങ്ങൾ എല്ലാരും വിളിച്ചിട്ട് ഓഫ്ലൈൻ വിസിൽ കേറിക്കോടാ. ലൈനപ്പ് ഇട്ടേക്കുന്നവരെല്ലാം കേറിക്കോ. ലൈനപ്പ് ഓഫ്ലൈൻ വിസിൽ ഇരുന്ന് സെറ്റ് ആക്കിട്ട് കേറിക്കോ. ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ഗ്രൂപ്പിൽ നമ്മൾ ഫോട്ടോസ് ഒക്കെ ഇടാം. ഞാൻ പൊസിഷനൊക്കെ അഡ്മിൻ സ്പെക്കിൽ കറക്റ്റ് ഇട്ടേക്കാം. നിന്റെ അച്ഛന്റെ പൊസിഷൻ
നീ ബിൽഡിങ്ങിന്റെ മുകളിൽ മരിച്ചെന്ന് പറഞ്ഞേ. കണ്ട ലോകം കണ്ട് ലോകം കണ്ട് കിടിലം പടം, ഒരു രക്ഷയില്ലാത്ത പടം. ഞാൻ ഓൾറെഡി ലൈവ് തുടങ്ങിയപ്പോഴേ എന്റെ റിവ്യൂ പറഞ്ഞായിരുന്നു. കിടിലം. എല്ലാരും ഗൈസ് തിയേറ്ററിൽ പോയി കാണണം. സ്വന്തമായി കിട്ടുന്ന ആദ്യത്തെ സ്മാർട്ട് ഫോൺ ഡിവൈസ്. ഞാൻ ഒരു ഗെയിമിംഗ് ഫോൺ അല്ല. എന്റെ പേര് വേണ്ട, എന്റെ റാം ഒന്നും അറിയണ്ട. ഇത് ജോസേട്ടനാ, എന്റെ ജോസേട്ടൻ. ഇത് ഗെയിമിംഗ് ഡിവൈസ് തന്നെ. അതെ, എനിക്ക് വേദനിക്കണം ജോസേട്ടാ. ഇൻസ്റ്റാളിങ് എന്തൊക്കെയോ നല്ല വേണ്ടുന്ന ഫയൽസും പഴയ മെമ്മറീസ് ഉള്ള ഫോട്ടോയും എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അവസാനം അത് കയറ്റി. ഇതെനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം നല്ല രീതിയിൽ. സത്യം. നീ BGMI കളിച്ചിട്ടുണ്ടോടാ വാണപ്പാ? നീ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഐഫോണിലല്ലേ? ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണേ. ആദ്യം ചെയ്യണ്ടല്ലോ. 200 നോട്ടിന്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. അതെവിടെ പോയി? കൈപ്പേറിയതാണ്. റിയാലിറ്റി. ഞാൻ പഠിച്ചൊരു ജോലി ഉണ്ടാക്കണമെന്ന് അമ്മയ്ക്ക് വലിയ ആശയം. ഞാനൊരു നല്ല നിലയിൽ എത്തിക്കാണാൻ കണ്ടല്ലേ? അതിന്റെ വേറൊരു വെർഷനാ. വയ്യടാ, എല്ലാരും സെഡ് ആവൂടാ. പിന്നെ കൊണ്ടുപോയി ഞാൻ അങ്ങോട്ട്. പോയിട്ട് പറ്റും. അത് വിഷയം കണ്ടു. ബാക്കപ്പ്. അന്ന് കോളേജിൽ പഠിപ്പും കൂടെ ആയിരുന്നു. ഹോസ്റ്റലിലേക്ക് മടങ്ങാൻ ബസ് കാത്താണ് ഞാൻ അവിടെ നിന്നത്. വിഷയം എനിക്ക് ആ നോട്ടം മറക്കാൻ കഴിയുന്നില്ല. എനിക്ക് ആ കണ്ണുകൾ മറക്കാൻ കഴിയുന്നില്ല. എത്രമേൽ ശ്രമിച്ചിട്ടും ആ രൂപം എന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. സിനിമ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ അത് മാത്രമല്ല, എഡിറ്റും അടിപൊളിയായിട്ട് ഗ്രേഡും ചെയ്തിട്ടുണ്ട്. ഗ്രേഡും കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. എഡിറ്റും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എടാ പുള്ളിയുടെ പ്രൊഫൈൽ എനിക്കൊന്ന് അയച്ചാർന്നാടാ. ക്യാമറ കിട്ടിയ ഒരു പടം എടുക്കാൻ അവനെ വെച്ച്. 34 കഴിഞ്ഞ ചങ്കിനെ ഒഴിവാക്കി തന്റെ അനിയന്റെ കല്യാണം നടത്താൻ പോവാന്ന് പറഞ്ഞ ചങ്ക്. അടിയുടെ സൗണ്ട് കേട്ടോ. പണ്ടത്തെ പടത്തിലെല്ലാം അടിയുടെ SFX ഇതാണ്. പണ്ടത്തെ എല്ലാ പടത്തിലും ഇത് കേട്ടാണേ. ഏറ്റാണെന്ന് ഞാൻ നോക്കൂല. കൊന്നോളെ ഞാൻ. കൊല്ലടാ. നിന്റെ കൈ കൊണ്ട് ചാവാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത്. എന്നെ നീ തന്നെ കൊല്ലണം. എന്നിട്ട് നിന്റെ ബാക്കി ആയുസ് മുഴുവൻ ജയിലിൽ അഴിയണ്ടി തീർക്കണം. എങ്കിലേ ഞാൻ അനുഭവിച്ചു. ചന്ദ്രന്റെ കല്യാണത്തിന് ജോക്കി. അടുത്തത് നടക്കാൻ പോണത് ചന്ദ്രന്റെ കല്യാണ സമയത്ത് ജോക്കി വരും. ചോട്ടിക്കാൻ ഉറപ്പാണ്, ഒരു സംശയമില്ല കേട്ടാ. ഈ കാര്യത്തിൽ ശരത്തേട്ടൻ എന്നെ ഒന്നും പറയാനും പറ്റത്തില്ല കേട്ടാ. കല്യാണം കഴിഞ്ഞോണ്ട് പുള്ളി ഈ കാര്യത്തിൽ എന്നെ തിരിച്ചൊന്നും പറയത്തില്ല. വിട്ടാവരുത്, കേട്ടോളൂ. മയില് ചായ തലേ കേറി.
എന്തൊക്കെ സാധനം. അവര് പോവും. ചില മനുഷ്യർ നമ്മുടെ ലൈഫിൽ ഒരു തീരാ നൊമ്പരമായിട്ട് മാറും. അതായത് നമ്മൾ എത്ര ശ്രമിച്ചാലും. ഒരു മിനിറ്റ്, ഈ വീഡിയോ ഫീലിങ്സോടെ കാണണമെങ്കിൽ എനിക്കൊരു കാര്യം കൺഫേം ചെയ്യണം. ഒരു സെക്കൻഡ് ഒന്നുകൂടാ. അവര് പോവും. ചില മനുഷ്യർ നമ്മുടെ ലൈഫിൽ ഒരു തീരാ നൊമ്പരമായിട്ട് മാറും. അതായത് നമ്മൾ എത്ര ശ്രമിച്ചാലും അവർ നമ്മളോട്ട് പോവും. മറയുകില്ല ഏതോ മഞ്ഞിലും പഴയ വഴികൾ, കൊഴിയുകില്ല ഏതോ നോവിലും മനസ്സിനിലകൾ, പൊലിയുകില്ല നീ നൽകിയ മധുര നിമികൾ, നിന്നിലലിയാൽ മാത്രം ഞാൻ പിറന്നു എന്ന് പോവും ഈ ദിനങ്ങൾ. ഇപ്പൊ ഇതിങ്ങനെ ഇത് വൈൽഡ് ഷെർപ്പാസ് ആണോ? ഇത് വൈൽഡ് ഷെർപ്പാസ് ആണോ? പോയിട്ടുണ്ടോ? എടാ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗൈസ്. ഇതാണ് ഞാനും എന്താ എലിയൊക്കെ പോയ മറ്റേ ഇതില്ലേ, ഓപ്പറേഷൻ കൊളസ്ട്രോൾ. അതാണ് അസലാണ്. ഞാൻ പറയും, ഇവിടൊക്കെ നമ്മൾ ഇങ്ങനത്തെ ബ്രേക്കപ്പ് വിഷമത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവിടൊക്കെ പോയി ഈ പാട്ട് കേട്ടാ ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് കൊക്കയെ ചടിച്ചാവൂലേ? പിന്നെ ഒരു സംശയമില്ല അതിനകത്ത്. 100%. കാരണം എടാ ഇതിന്റെ ചുറ്റുപാടും കൊക്കയാണ്. മറ്റേ മനസ്സിലായോ? കാടിനകത്താണ് ഇതിനകത്ത്. ഇതിവിടെ പാടരുത്. എല്ലപ്പെട്ടി അതെ എല്ലപ്പെട്ടി അവിടെയാണിത്. നമ്മുടെ സ്വന്തം സ്ഥാപനമാണ് ഗൈസ്. എല്ലാരും നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ എവിടെയൊക്കെ പോകണം താല്പര്യം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കേട്ടോ, കീടുള്ള സ്പോട്ടാ ഗൈസ്. ഞാൻ ഒത്തിരി വട്ടം പോയി അവിടെ. എനിക്ക് കുറച്ച് നാളൊക്കെ എന്തെങ്കിലും ഞാൻ എക്സോസ്റ്റഡ് ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ പോയിരിക്കണ മെയിൻ ഒരു സ്പോട്ടാണിത്, വൈൽഡ് ഷെർപ്പാസ്. അവിടുത്തെ ചേട്ടന്മാരെല്ലാം നമ്മുടെ ലൈവൊക്കെ കാണുന്ന ആൾക്കാരാ. അവരെല്ലാരും എങ്ങനെയാണ് ഇവരെല്ലാം ട്രീറ്റ് ചെയ്യണമെന്ന് കാണണം. നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ പോലെയാണ്, മനസ്സിലായി? കിടില സ്പോട്ടാ, പറയാതിരിക്കാൻ. നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി. ഞാനൊന്നും പറയാനില്ല, പ്രൊമോഷൻ ആയിട്ട് തോന്നുന്നു. കിടില സ്ഥലമാണ്. ഏകദേശം 1.5-2 ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ട്രക്ക് ചെയ്ത് പോകണം കാട്ടിനകത്തൂടെ. ഫുൾ കാടിനകത്താണ്. സ്പെല്ലിംഗ് പറയോ? വൈൽഡ് ഷെർപ്പാസ്, WILD SHER ഷെർപ്പാസ് PAS. ശേഷം ബാക്കിയുള്ളവരെ വിളിച്ച ഓക്കെയാണ്. கடவுள் இருக்காரா இல்லையா? கடவுள் என்ன யார்? തമിഴ്നാട്ട് കടവുൾ ശവം. നിനക്കൊക്കെ ഉണ്ടല്ലോ, നിനക്കൊക്കെ പട്ടി മോഡറേറ്റർ ഒരുത്തനുണ്ട് അവന്റെ ഒടുക്കത്തടിച്ചിങ്. എന്റെ ഒരു മൂട് പോയപ്പോ ഈ പിള്ളേർ എനിക്ക് ഞാനേ ഇവളെ എനിക്ക് അത്രയും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനൊരു കാര്യം പറയണേ. നമ്മളിപ്പോ ഒരു ഇലക്ട്രോണിക്സ് കടയിൽ ചെന്നാൽ ഇവളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന സാധനം എന്താണെന്ന് അറിയാവോ? ലൈറ്റ്. എടാ ഈ എമർജൻസി ലൈറ്റ് ഒക്കെ ഓണാക്കി വെക്കൂലേ, അതിലൊക്കെ പോയി ഇങ്ങനെ നോക്കിയിരിക്കും. ഇത് കൊള്ളാം. എന്നിട്ട് കിരൺ ചേട്ടനോട് പറയും, ഇതേലെ ഒരെണ്ണം മേടിക്കണം, ഇത് നല്ല വെട്ടമുണ്ട്. ഇവക്ക് വെട്ടം, ലൈറ്റ്, ബൾബ് ഇതൊക്കെയാണ് ഇവക്ക്. അതായത് നിങ്ങൾ ഇവളുടെ ഡെസ്ക് POV കാണുക. അതായത് ഇപ്പൊ ഞാൻ ഇരിക്കുന്നിടത്തൊന്നും ഇപ്പൊ ഞാൻ ഇരിക്കുവാണെങ്കിൽ എന്റെ ഇതിന്റെ പക്ഷെ ഇവിടെ ഒരു ലൈറ്റ്, ഇവിടെ ഒരു ലൈറ്റ്, ഇവിടെ ഇതൊന്നും പോരാണ്ട് അതിന്റെ ഇടയ്ക്കൂടെ ചെറിയ ചെറിയ ലൈറ്റുകൾ ഇങ്ങനെ മുഖത്തേക്ക് അടിക്കണ രീതിയില് അളിയ ഇവള് കൂടിപ്പോ ഒരു 5 വർഷം സ്ട്രീം ഉണ്ടാവുള്ളൂ. അതപ്പോഴേ അതിന് മുമ്പ് ഇവിടെ കണ്ണു പോകും, മനസ്സിലായോ? പിന്നെ 50,000 ലൈറ്റ് അല്ലേ കറണ്ട് ബില്ല് വരുന്നത് ഇവളുടെ വീട്ടിൽ അത്രയാണ്. അത് PC ഉപയോഗിക്കുന്നതിന്റെ അല്ല, ലൈറ്റ് ഓൺ ആണ്. ഫോൺ നമ്പർ എടുക്കണമെങ്കിൽ ആധാർ കാർഡ് വേണം. ആധാർ കാർഡ് എടുക്കണമെങ്കിൽ ഫോൺ നമ്പറും വേണം. അപ്പോൾ ഇത് രണ്ടും ഇല്ലാത്ത ഒരാൾക്ക് ഏതെങ്കിലും ഒന്നും എടുക്കണമെങ്കിൽ
എന്ത് ചെയ്യും? ബുദ്ധി വേണം. ആധാർ കാർഡ് ഫോൺ നമ്പർ ഉണ്ടല്ലോ. ആധാർ കാർഡ് ഒക്കെ ഫോൺ നമ്പർ വേണ്ട. ആധാർ കാർഡിനകത്ത് പിന്നീട് നമ്മൾ ആഡ് ചെയ്താൽ മതി നമ്പർ. ആധാർ കാർഡ് എടുക്കാൻ ഫോൺ നമ്പർ വേണ്ട. ലിറ്ററലി ആധാർ കാർഡ് എടുക്കാൻ നമുക്കിപ്പോ അച്ഛന്റെ അമ്മയുടെ ആറിൽ നമ്പർ കൊടുത്താലും മതി. അത് കഴിഞ്ഞ ദിവസം നമുക്ക് നമ്പർ ഉണ്ടാകുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. അവന്റെ ചോദ്യം തെറ്റി. തോറ്റുപോയി. സ്കൈ ഡാർക്സ് അല്ല ഞാനല്ല മറ്റേ ഹരീഷ് മോഹന്റെ എന്റെ അല്ല. ഇപ്പൊ ഡിസ്കോഡ് വീഡിയോ ഇടാൻ പൈസ ഒക്കെ മേടിച്ചു തുടങ്ങിയല്ലേ നീ? ചെറുതായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഇവന്റെ പേര് കാണുന്ന വീഡിയോസ് ഞാൻ ഓപ്പൺ ചെയ്യത്തില്ലേ. ഇവൻ അതിനൊരു റവന്യൂ സോഴ്സ് ആക്കിയോന്ന് എനിക്കൊരു സംശയമുണ്ട്. 5 പൈസ വാങ്ങിച്ചില്ലല്ലോ. എന്നിട്ട് ആൾക്കാരോട് പറയും ഞാൻ ഇടുന്നതുകൊണ്ട് എന്തായാലും ഈകള് നോക്കും. ഇനി ഇവന്റെ പേരിൽ പോസ്റ്റ് കണ്ട മൈൻഡ് തുപ്പിത്തൂർ കളർ കെട്ടി എറിയവേ. മറ്റേ താഴത്തെ വഴിയതില്ല. കമന്റ് നോക്കിയതാ. കൊള്ളാം. ടർഫ് എടാ ടർഫ് തുടങ്ങട്ടാ. തുടങ്ങിയ 1 മിനിറ്റ് തുടങ്ങണ സാധനം അല്ലടാ. 1 മണിക്കൂർ ഉണ്ടാ ടർഫ്. 1 മണിക്കൂർ ഉണ്ടാ. എനിക്കറിയൂടാ അപ്പൊ തുടങ്ങുന്നത്. തുടങ്ങിയിട്ടുണ്ട്. ടൈം കിട്ടുമ്പോ കാണണേ. ഇവൻ കഴിഞ്ഞ വട്ടം F1 സ്ട്രൈക്ക് മേടിച്ചു വന്ന പുണ്ടച്ചിയാണ് ഇവനത്. ഓണത്തിന് കുറച്ച് പേടൊക്കെ ഇറക്കട്ടെ. ഓ ഈ നിങ്ങൾ ഈ തമ്മില് കാണുന്ന പുറകില് വാഴത്തോട്ടം. ഞാൻ ഗ്രീൻ സ്ക്രീൻ ആണെന്ന് അന്ന് വിചാരിച്ച. സത്യമായിട്ടും ഗ്രീൻ സ്ക്രീൻ അല്ലേ ഇത്? ഗ്രീൻ സ്ക്രീൻ അല്ല, ഒറിജിനൽ പീസ് എടുത്ത് വെളി വെച്ച് ഇങ്ങനെയായിരുന്നു ഇവന്റെ ലൈവ് ആയിട്ട്. നിങ്ങൾക്കൊക്കെ ഇപ്പൊ മറ്റേ റീൽസിൽ തെറി വിളിക്കണ സായിപ്പോപ്പിയെ മാത്രമല്ല അറിയുള്ളൂ. അവന്റെ സ്ട്രഗിൾ പണ്ടത്തെ അവന്റെ OG ഓഡിയൻസിനെ മാത്രമേ അറിയുള്ളൂ. ഈ സമയത്തുണ്ടല്ലോ വെളിയില് കൊതുകടി ഇടയ്ക്ക് കൊതുകിനൊക്കെ അടിക്കും. കൊതുകൊക്കെ അടിച്ച് മറ്റേ പുറത്തന്നെ ഇരിക്കും. ഹലോ ബ്രോ, ബ്രോ എവിടാ ബ്രോ? എന്താ പരിപാടി ബ്രോ? ഇവിടെ ഇരിക്കുന്ന ബ്രോ. ഒരു പരിപാടി ഇല്ല ബ്രോ. ഫുഡ് കഴിച്ചോ ബ്രോ? ഫുഡ് കഴിച്ചോ ബ്രോ? ഞാൻ കഴിച്ചു ബ്രോ. എന്ത് പരിപാടി? എന്ത് തുടങ്ങിയല്ലോ. ഞാൻ ഇതൊക്കെ തന്നെ ബ്രോ പരിപാടി. ഇങ്ങനെ കയറി ഇതിനകത്ത് കയറി ഓരോരുത്തവരെ ഊക്കി വിടും. അത്ര പരിപാടി. നീ എന്താ പഠിച്ചാ? ഞാൻ ഒരു കുണ്ണേ പഠിച്ചിട്ടാ. നീ ഒരു കുണ്ണേ പഠിച്ചത് നീ എന്നോട് പറയണ്ട. നീ നല്ല പോലെ എന്തോ പഠിച്ചിട്ടിരിക്കുന്ന കുണ്ണേ. നീ ഒരു മൈ പറയണ്ട. പെണ്ണുങ്ങളെ ഊഞ്ചാതിനകത്ത് കേറിയതാ. നീ MDMA ആണോ പൈരെ? എന്താ വേണം? മുട്ടായി വേണോ? അറബിയുടെ കന്തർജി വേണോ? എന്തൊക്കെയാണോ കൂലിയില്ലേ? സിനിമാറ്റിക് യൂണിവേഴ്സിറ്റി എടാ ഇതൊക്കെ കാണുന്നുണ്ടോ? I am Poodle Batman. എന്റെ കമന്റ് 100 ലൈക്ക് കിട്ടി. Poodle Batman here, then Nokia. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. നാളെ ഇനി എന്തായാലും ഇറങ്ങി കിടക്കുന്നില്ല. Poodle Batman is safe. നാളെ എന്റെ ഫോട്ടോ ആരെടുത്താലും തല്ലുവേ ഞാൻ. നാളെ എന്റെ കൂടെ സെൽഫി പോലും എടുക്കാൻ ഒരുത്തരം വന്നേക്കരുത് കേട്ടോ. ആരെടുത്താലും തല്ലു ഞാൻ. ഇതൊക്കെ അറിഞ്ഞിട്ട് എടുക്കുന്ന അത് സത്യ. ഇവിടെ അബോധാവസ്ഥയിൽ കണ്ണാടി വെച്ച് തന്നതാണ് എനിക്ക് ഈ പിക്ക്. ഇതിന്റെ ഒറിജിൻ പോലും അങ്ങനെയാണ്. മനസ്സിലായ എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് വരുമ്പോ ബോധം എനിക്ക് കണ്ണാടി വെച്ച് തന്നതാണ്. മനസ്സിലായ കണ്ടാ? ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. VR കളിക്കാത്തറിയോ? ഇനി പോയില്ലെങ്കിൽ
അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ അലീന ഗൈസ് 12 hours ലൈവ് എന്തോ തോന്നുന്നു ഗൈസ്. എല്ലാവരും ഇപ്പൊ അലീനയുടെ ലൈവിലോട് ചെല്ല്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. അപ്പൊ നാളെ ഓണപരിപാടി ഗൈസ്, എല്ലാവരും വരണം. ഓണപരിപാടിയാണ് നാളെ. അപ്പോൾ നാളെ എല്ലാവരും പറ്റുന്നത് പോലെ ഉച്ചയ്ക്ക് ഒരു 12:30 to 1 മണിക്കായിരിക്കും നമ്മൾ ലൈവ് വരുന്നത്. കിക്കിൽ ലൈവ് ഉണ്ടാവും ആൻഡ് രാത്രിയിൽ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ലൈവായിട്ട് കാണാൻ പറ്റുന്നവർക്ക് രാത്രി കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നമുക്കില്ലേന്നോ തരാം ഓണക്കോടി തരാം. നമുക്ക് ഓണത്തിന് നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് തരാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച്. അപ്പം ബൈ. അപ്പം നാളെ കാണാം. എടാ ഞാൻ അങ്ങോട്ട് ഇറങ്ങണേ, എലക്ഷൻ ഞാൻ ഇറങ്ങണം. എടാ നീ ഇറങ്ങണല്ലേ? എലക്ഷൻ നീ അല്ല നീ രാവിലെ